അച്ഛൻ കടന്നുപോയിട്ടുള്ളതൊക്കെയും നമ്മൾക്കൊക്കെയും അറിയാവുന്നതാണ് ഇതൊക്കെ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിന്ന്. പക്ഷെ നേരിട്ട് കണ്ടറിഞ്ഞൊരു മകൾ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഈ റിപ്പോർട്ടിൽ പോലും അവരുടെ പേരുകൾ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിലെ ഓരോ സിറ്റുവേഷൻസ് ഓർമ്മ വരുന്നത്, അച്ഛനെ പുറത്താക്കുന്ന ആ മീറ്റിങ്ങിന് അച്ഛൻ ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ എൻ്റെ കയ്യിൽ എഴുതി തന്നിരുന്നു. അമ്മയുടെ ഓഫീസ് അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനത് കൊണ്ടു കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അന്നത്തെ സെക്രട്ടറി ആ ഫോൺ എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ 15 അംഗ കമ്മിറ്റിയിൽ ഒരാളെ വിളിച്ചിട്ട് അനുവാദം ചോദിക്കുകയാണ് ആ ലെറ്റർ വാങ്ങട്ടെ എന്ന്. അതാണ് ഒരു സെക്രട്ടറിയുടെ എന്താ പറയുക ഉത്തരവാദിത്വം. അപ്പോൾ ഈ പറഞ്ഞ സെക്രട്ടറി സ്ഥാനത്തും അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ഒരു പേരിനിരുത്തിയിട്ട് ഈ 15 അംഗ കമ്മിറ്റി തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. പിന്നെ അവരുടെ പേരുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പരാമർശിക്കാത്തിടത്തോളം എനിക്കും അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രധാന താരത്തെ തന്നെയാണ് വിളിച്ചത്. അതെനിക്ക് ആ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഉപയോഗിച്ച ഒരു പേര് വിളിക്കാൻ ഉപയോഗിച്ച ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാണ് അത് ആരാണെന്നുള്ളത്. ഈ ഇറങ്ങിപ്പോടോ എന്ന് അച്ഛനോട് ആക്രോശിച്ചത് ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണോ? അവർ ഏത് തരത്തിലാണ് സോണിയയ്ക്ക് അവരിൽ നിന്നുണ്ടായിട്ടുള്ള അത് എന്താണെന്ന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും അതിനെപ്പറ്റി 15 അംഗ പവർ കമ്മിറ്റി എന്ന് ജസ്റ്റിസ് ഹേമ മാഡം പറഞ്ഞിരിക്കുന്ന അതിൽ വരുന്ന ഒരു പ്രധാന വ്യക്തി തന്നെയാണ്. അതായത് ഏത് തരത്തിലാണ് ഇപ്പോൾ തിലകനെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിൽക്കാൻ, സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സോണിയെ അവർ ഏത് തരത്തിലാണ് ഉപദ്രവിച്ചത്? അത് ഈ ഒരു വിഷയത്തിൽ, അതായത് അച്ഛനെ പുറത്താക്കിയതിൻ്റെ പേരിൽ അതിൽ പലർക്കും കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് പിന്നീട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇടവന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേപോലെ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് മോളോട്, ഒന്ന് എന്നെ നേരിട്ട് കാണാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് വിഷയം, അങ്ങനെ നേരിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല അത് ഫോണിൽ പറയാൻ പറ്റത്തില്ല, നേരിട്ട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഒഴിഞ്ഞു മാറി. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വന്ന മെസ്സേജുകളിൽ നിന്ന് എന്നെ റൂമിലേക്ക് വിളിക്കുന്നത് മറ്റാവശ്യങ്ങൾക്കാണെന്നുള്ളത് വ്യക്തമാണ്. ഒരു സ്മൈലി ആയാലും ആ ചോദ്യങ്ങളും ഒക്കെ ആയാലും. അപ്പം ഇത് സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വന്നെന്ന് വെച്ചാൽ അതിനകത്ത് ഇവരുടെയൊക്കെ ഇതിൽ അഭിനയിക്കുന്ന ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് എന്തുണ്ടായി? അതായത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഇവര് നോക്കൂ തിലകൻ എന്ന് പറയുന്ന നടനൊപ്പം അഭിനയിച്ചു വന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവരിൽ പലരും എന്നുള്ളത് മറ്റൊരു നിരസാക്ഷ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേ ആളുകൾ തന്നെയാണ് പിന്നീട് അധോലോകമായി മാറുകയും ഇവരെയൊക്കെ നിയന്ത്രിക്കുകയും ഇവരെയൊക്കെ വിലക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ഛൻ പറഞ്ഞതായിട്ട് ഓർമ്മയിലുണ്ടോ? അച്ഛൻ പറഞ്ഞത് മലയാള സിനിമയിൽ ഗുണ്ടായിസമുണ്ട് എന്ന് ആദ്യം പബ്ലിക്കിനോട് പറഞ്ഞത് അച്ഛനാണ്. അങ്ങനെ പബ്ലിക്കിനോട് പറഞ്ഞതിനായിരുന്നു അച്ഛനെ ഇവർ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന വൃത്തികേടുകൾ പുറത്ത് പറയരുത് എന്ന് മാത്രമാണ് അന്ന് കിട്ടിയ സന്ദേശം അച്ഛനെ വിലക്കിയതിലൂടെ. അപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കണം. പക്ഷേ ഇപ്പം അതിൽ നിന്നൊരു അച്ഛൻ തുടങ്ങി വെച്ചൊരു വിപ്ലവമായിരുന്നു അന്ന്. എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു തുടക്കമുണ്ടല്ലോ, അതുപോലെ ഇപ്പം അത് ആളി കത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ പറഞ്ഞ വ്യക്തികളുടെ പേര് വിവരങ്ങൾ പുറത്ത് വിടണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അച്ഛനെ പുറത്താക്കിയ ഒരു വ്യക്തി, അതായത് ഇറങ്ങിപ്പോടോ എന്ന് ആക്രോശിച്ചു അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ കൂട്ടത്തിൽ. അപ്പോൾ ആ ആയുമായിട്ട് എനിക്കും പേഴ്സണലായിട്ടൊരു അനുഭവമുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. ഞാൻ ചോദിക്കാൻ അങ്ങോട്ട് വരുന്നു അത് തന്നെയായിരുന്നു. ഈ ഇറങ്ങിപ്പോടോ എന്ന് അച്ഛനോട് ആക്രോശിച്ചത് ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണോ? അവർ ഏത് തരത്തിലാണ് സോണിയയ്ക്ക് അവരിൽ നിന്നുണ്ടായിട്ടുള്ള അത് എന്താണെന്ന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും അതിനെപ്പറ്റി 15 അംഗ പവർ കമ്മിറ്റി എന്ന് ജസ്റ്റിസ് ഹേമ മാഡം പറഞ്ഞിരിക്കുന്ന അതിൽ വരുന്ന ഒരു പ്രധാന വ്യക്തി തന്നെയാണ്. ഏത് കാലഘട്ടം മുതലാണ് മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു അധോലോകത്തിന്റെ മാഫിയയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടായി തുടങ്ങിയത്? അങ്ങനെ എന്തെങ്കിലും ഒക്കെ അറിയാമോ? അച്ഛൻ പറഞ്ഞു 2010 അച്ഛൻ ആദ്യമായിട്ട് ഈ വിഷയങ്ങൾ പുറത്തു പറയുന്നത്. അതായത് സിനിമയിൽ ഗുണ്ടായിസം ഉണ്ടെന്നും ഈ സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇവരുടെ എല്ലാവരുടെയും ഗുണ്ടകൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഈ നടന്മാരും നടിമാരും ഇത്ര പേരെ ഉള്ളെങ്കിലും പുറത്ത് ഏകദേശം 62 ഗുണ്ടകളോളം ഇവരുടെ ആൾക്കാർ പുറത്ത് സജ്ജമാണ് ഏത് നിമിഷവും നേരിടാൻ. അങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് നടത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇതൊരു മാഫിയയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഈ സൊസൈറ്റി അതിലുള്ള ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയല്ല, അവരുടെ കടക്കിൽ കത്തി വയ്ക്കാനാണെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ തൊഴിൽ നിഷേധത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഇവരാരും അത് ഒരു മുഖവിലയ്ക്ക് എടുത്തില്ല. അന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ വിവരവും അറിയില്ല.
അപ്പോൾ സംഘടനയ്ക്കകത്തെ ബൈലോ പ്രകാരം അതിനകത്ത് പറയേണ്ട കാര്യം പുറത്ത് പറഞ്ഞു, അതാണ് ചെയ്ത കുറ്റം. അപ്പോൾ അതിനകത്ത് നടന്ന കുറ്റങ്ങളൊക്കെ ഇവർ എന്താ പറയുക, അതിൽ നേരെ ഇവർ കണ്ണടക്കിയാണ്. എന്നിട്ട് ഇത് പുറത്ത് പറഞ്ഞ വിസിൽ ബ്ലോവർ എന്ന് പറയില്ലേ നമ്മൾ, ആ വിസിൽ ബ്ലോവറെ പിടിച്ച് ജയിലിലിട്ടു. ആ അവസ്ഥയല്ലേ ഈ നടന്നത്. സത്യം പറഞ്ഞാൽ ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് സർക്കാർ ഇത് രൂപീകരിക്കാൻ വേണ്ടത്. കാരണം മറ്റുള്ള തൊഴിൽ മേഖല പോലെയല്ല സിനിമ. ഇവിടെ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് വെച്ചാൽ കഴിവുള്ളവർക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല, അവർക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരു സ്വതന്ത്രമായൊരു ആവിഷ്കാരം ഉണ്ടാവുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ. എല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ ഈ പവർ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാർ, അവനെ വിളിക്കേണ്ട, അവനെ വിട്ടേര്. ഒരു നല്ല ഷർട്ട് ഇട്ടിട്ട് വന്നാൽ പോലും അഭിനയിക്കാതെ പുറത്താക്കിയിട്ടുള്ള കഥകൾ അച്ഛൻ പറഞ്ഞിട്ട് എനിക്കറിയാം. സഹോദര സ്നേഹം ഉണ്ടായിരുന്ന ഒരുപക്ഷെ സോണിക്ക് അങ്ങോട്ട് ചേട്ടാ ജ്യേഷ്ഠനെ പോലെ കാണാനാകുന്ന, ഇങ്ങോട്ട് മോളെ എന്ന് വിളിക്കാൻ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. പിന്നീട് മോശം അനുഭവത്തിൽ, ദുരനുഭവത്തിൽ അയാളിൽ നിന്ന് സോണിക്ക് നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞു. അത് പറയുന്നതിലാണ് ഏറ്റവും അതായത് വളരെ ഷോർട്ട് പീരീഡ്, അതായത് 1-2 തവണ ഫോൺ വിളിച്ച ശേഷം ഇത് നേരിട്ട് കാണണം, ഇത് പറയണം മോളെ എന്ന് തന്നെ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ പിന്നീടുള്ള മെസ്സേജുകൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഉദ്ദേശം വേറെയാണ് എന്നുള്ളതാണ്. അതായത് ഇവരൊരു 15 പേരെന്ന് പറയുന്ന 15 പേരും പുരുഷന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഒരു അനുഭവം എനിക്ക് പറയാൻ സാധിക്കും. അച്ഛനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളത്. അതിനുശേഷം അച്ഛൻ സിനിമയിൽ നിന്ന് പോയിട്ട് സീരിയലിൽ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ സീരിയലിലെ ഒരു പ്രധാനപ്പെട്ട സംഘടന, അതിൻ്റെ നേതാവ് സിനിമയിലും ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സീരിയലിൽ നിന്ന് അച്ഛനെ മാറ്റി. അത് കഴിഞ്ഞ് വീട്ടിലിരുന്നു. ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഡാം 999 എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അച്ഛനെ ബുക്ക് ചെയ്ത്. അപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, നിങ്ങളെ എന്നെ ബുക്ക് ചെയ്യേണ്ട, കാരണം ഇതുപോലുള്ളൊരു ഇഷ്യൂ ഇവിടെ നടക്കുകയാണ്, ചിലപ്പോൾ അവർ നിങ്ങളുടെ ചിത്രീകരണം തന്നെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ടെക്നീഷ്യൻസിനെല്ലാം പിൻവലിച്ചു അവിടെ. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ യക്ഷിയും ഞാനും എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ വലിയ പ്രൊപ്പല്ലർ കൊണ്ടുവന്നു, ഇതുപോലെ യക്ഷിയെ കാണിക്കുമ്പോൾ ഉള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അത് കൊണ്ടുവന്ന ടെക്നീഷ്യനെയും ആ ഫാനും ഇവർ പിൻവലിപ്പിച്ചു. അങ്ങനെ ഇവർ താഴേക്കിടയെന്ന് എല്ലാവരെയും ഇങ്ങനെ മാറ്റുകയാണ്. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു ഇത് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? ഇവരെ ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 15 അംഗ ആൾക്കാരുടെ കീഴിലുണ്ട് അതിനുള്ള ആൾക്കാർ. അല്ലാതെ ഇത് ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഇന്ന ആള് എന്നെ വിലക്കി എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ. അതിനുശേഷം അച്ഛൻ ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിക്കാനായിട്ട് അച്ഛനെ രഞ്ജിത്ത് സാർ വിളിച്ചപ്പോൾ ആണ് ഈ ഫെഫ്ക വിലക്ക് പോലും പിൻവലിച്ചത്. കാരണം അവർക്ക് നാണക്കേടാണ്. അല്ലെങ്കിൽ അച്ഛൻ അവരെ വിലക്കിയിരിക്കുമ്പോൾ അച്ഛനൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ. നേരത്തെ വിനയൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയും ഇതിൽ പവർ ഗ്രൂപ്പിൽ പെടുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഈ അദ്ദേഹത്തിന് തിലകന്റെ കാര്യം തന്നെയാണ്, അതിൽ കൃത്യമായിട്ട് പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ആത്മയിലേക്ക് വരുന്നു, അവിടെയും സീരിയലിലും വിലക്കപ്പെടുന്ന രീതി ഉണ്ടാകുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ആള് ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലുണ്ടോ? അത് ഹേമ മാഡം പുറത്തു വിടാത്തിടത്തോളം ഞാനും അത് തൽക്കാലം പറയുന്നില്ല. ഏത് കാലഘട്ടം മുതലാണ് ഇവർ ഇത്തരത്തിലൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും ഇപ്പോൾ തിലകനെ പോലുള്ള മുതിർന്ന നടന്മാരെ വരെ വിലക്കുന്ന തരത്തിലേക്ക് ഇവർക്ക് അധികാര കൈമാറ്റം ഉണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ? അതായത് ഈ സംഘടന രൂപീകരിക്കുന്നതിന് മുൻപ് വരെ ഇവരൊക്കെ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. അവർ വേറെ രീതിയിലായിരുന്നു ഇടപെട്ടിരുന്നതും. പക്ഷേ എന്നാണോ ഈ സംഘടന രൂപീകരിച്ചത്, ഈ സംഘടന രൂപീകരിച്ച ആ മീറ്റിംഗ് പോലും ഒരാൾ അച്ഛനെ ഫോൺ ചെയ്ത് പറയുകയാണ് ചേട്ടനെതിരെയാണ് അവരുടെ പ്രധാന സംസാരം. കാരണം അച്ഛന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ 80-90 ഇടയ്ക്ക് കുറേ അവാർഡുകൾ ഒരുമിച്ച് കിട്ടിയതിൻ്റെ നമുക്ക് അവാർഡ് കുത്തക പൊളിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ ചെയ്തു. ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഫോൺ ചെയ്തു, അതിന് ഞാൻ സാക്ഷിയുമാണ്. അപ്പോൾ ആ സംഭവം അങ്ങനെ. അപ്പോൾ എന്തിനാണ് ഇത് തുടങ്ങിയെന്നുള്ളതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിലയ്ക്ക് നിർത്തുക, എല്ലാവരെയും നമ്മളുടെ അണ്ടറിൽ നിർത്തുക, നമ്മളെക്കാൾ മുകളിൽ കയറി വേറൊരാൾ സിനിമ എടുക്കണ്ട അങ്ങനെ ഇപ്പോൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഇത്രത്തോളം പീഡനം അല്ലെങ്കിൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നിട്ടും അവരുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്കെതിരെ പോക്സോ കേസ് വരെ ഉള്ള ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പം സ്വമേധയാ കേസെടുക്കേണ്ടവർ പോലും എടുക്കുന്നില്ല, സംഘടനയും എടുക്കുന്നില്ല. അപ്പം ഇവർ ആർക്ക് വേണ്ടി, ആരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്?
ഇത് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ടു കീപ് എവരിബഡി ഇൻ ലൈൻ, അത്രേ ഉള്ളൂ. അമ്മ എന്നുള്ള താരസംഘടന നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാവുള്ള ആ കേസ് ഉണ്ടായതിന് പിന്നാലെ ഏത് തരത്തിൽ അവർ ഇടപെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് അമ്മ എന്നല്ല ഈ സംഘടനയെ വിളിക്കേണ്ടത്, AMMA എന്ന് മാത്രമാണ് തരത്തിലേക്ക് ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയും ആ തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തത്. അമ്മ എന്നുള്ള പേരിട്ട് വിളിക്കാൻ അനുയോജ്യപ്പെട്ടൊരു സംഘടനയല്ല അതെന്നുള്ള തോന്നലുണ്ടോ സോണിയയ്ക്ക്? അതിൽ ഒരു പീഡനത്തിനിരയായി എന്ന് പറയുന്ന ഒരു നടിയുടെ വിഷയം വന്നപ്പോൾ അച്ഛനെതിരെ ഈ ഒരു ഗുണ്ടായിസം ഉണ്ട് എന്ന് പുറത്ത് പറഞ്ഞ ആളെ ഇവർ പുറത്താക്കുകയും ഇതിൽ ആരോപിക്കപ്പെട്ട നടനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ 15 അംഗ കമ്മിറ്റിയിലുള്ളവർ എന്ത് കുറ്റം ചെയ്താലും അതൊന്നും നമ്മുടെ എന്താ പറയുക ലോയുടെ മുൻപിൽ ഒന്നുമല്ല. ഇവരുടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യാത്തവരെ, അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്നവരെ വിലക്കുക, പുറത്താക്കുക, ആക്ഷൻ എടുക്കുക. അപ്പം ഈ സംഘടനയുടെ ഉദ്ദേശം അതല്ലേ, വെൽഫെയർ അല്ല. അതായത് വഴങ്ങുന്നവരെയും അനുസരിക്കുന്നവരെയും മാത്രം വെച്ച് കുറിപ്പിക്കും, ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്താൽ പുറത്ത്. തീർച്ചയായിട്ടും അത് ഇനിയും അതിന് വലിയ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഈ ഇരകളൊക്കെ രഹസ്യമൊഴി കൊടുക്കുകയും അത് ടൈപ്പ് ചെയ്യാൻ ഒരു സ്റ്റെനോഗ്രാഫറെ പോലും വയ്ക്കാൻ പേടിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ വളരെ ശക്തരാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരവസ്ഥയാണ്. ഇവരുടെ തൊഴിൽ നിഷേധിക്കാം, ഇവരുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്താം, ഇല്ലാതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഈ 15 അംഗ ആൾക്കാരാണ് അതിലുള്ളത്. അവർക്കൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളതിന്. പിന്നെ ഈ ഇടയ്ക്കാണ് എന്തൊക്കെയോ ചെറിയ മാറ്റം വന്നത്. അതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഈ ഇരകളെ നീതി ലഭിക്കാനും വേട്ടക്കാർക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കാനും ബാധ്യസ്ഥമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അതായത് ഇപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഹേമ കമ്മിറ്റിന്റെ റിപ്പോർട്ടിൽ അത് പറയാത്തതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് അച്ഛനൊപ്പം നിന്ന ആളുകളെ ഓർക്കുന്നുണ്ടോ ആ സമയത്ത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അച്ഛനൊപ്പം നിന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് നിശബ്ദരാക്കപ്പെടുകയും പിന്നീട് ഇവരുടെ ഒപ്പം കൂടുന്നതുമാണ് ഞാൻ കണ്ടത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നടിയാണ്. ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണോ അങ്ങനെ വിളിച്ച് അച്ഛനോട് വിളിച്ചിട്ട് രഹസ്യമായി കൂടെ നിൽക്കാൻ പറ്റൂ, പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ള നിസ്സഹായാവസ്ഥ പറയുന്നവര്? അതെ, ഒരു വളരെ പ്രശസ്തയായ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു നടി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് വളരെയധികം സ്നേഹവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഒരു അന്നത്തെ നിലനിൽപ്പ് അത് വളരെ പ്രധാനമാണ്. നിലനിൽപ്പ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എതിർത്തൊന്നും പറയാത്തത്, എന്നോട് വിഷമമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞത് എനിക്കറിയാം. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. WCCയുടെ സ്ഥാപകാംഗമായിരുന്ന ഒരാൾ കൂടി, ഒരു സിനിമ നടി കൂടി പിന്നീട് ഒരു തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റും സിനിമയിൽ ഇല്ല എന്ന തരത്തിൽ മൊഴി പറഞ്ഞു. അവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആ സ്ത്രീക്ക്, ഞാൻ ആ റിപ്പോർട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആ സ്ത്രീക്ക് ഒരു പക്ഷേ അങ്ങനെ തിരുത്തി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്രമേൽ അവർക്ക് ഭയമുള്ളത് കൊണ്ടായിരിക്കാം എന്ന തലത്തിൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണി അതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഇവരൊരു പ്രതിഷേധ മീറ്റിംഗ്, അങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചല്ലോ. അതിൽ ആദ്യം സംസാരിച്ച വ്യക്തി പറഞ്ഞത് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ഒരു കോൺസ്പിറസി ഉണ്ട്, അത് നമുക്ക് പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ആ ഒരു വീര്യം കൊടുത്ത വ്യക്തിയെ പിന്നീട് ഈ പറഞ്ഞ WCCയുടെ തലപ്പത്തുനിന്ന് കാണുന്നില്ല. ആ വ്യക്തിക്ക് ധാരാളം സിനിമകളുമുണ്ട്. അതിൽ പ്രധാനമായി WCCയുടെ ഇതിൽ വന്ന ആ 3-4 പേർക്ക് സിനിമകളും ഇല്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലോ ഈ അജണ്ട എന്താണ്, ഈ 15 അംഗ കമ്മിറ്റിയുടെ പവർ എന്താണെന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ, ആരാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് വ്യക്തമല്ലേ. ഇതെങ്ങനെയാണ് വിലക്കപ്പെടുന്നത്? അതായത് ഒരു സംവിധായകൻ വന്ന് സ്വാഭാവികമായിട്ട് അച്ഛനോട് പറയുന്നു ഇങ്ങനൊരു സിനിമയുണ്ട്, സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിർമ്മാതാവ് പറയുന്നു. അത് പിന്നീട് എങ്ങനെയാണ് അത് വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇടപെടുന്നത്? ഇവരൊരിക്കലും ഡയറക്റ്റ് അല്ല, എല്ലാം ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്. അതിനകത്ത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ ഏൽപ്പിക്കുന്നു ഇന്ന ആളെ ആർട്ടിസ്റ്റുകളെ വിളിക്കാൻ. അവരെ വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല എന്ന് മറ്റവരോട് പറയും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഡേറ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ ആ വ്യക്തി ഒഴിവായി. ഇനി ഇവർ ഡയറക്റ്റ് വിളിച്ചതാണെങ്കിൽ പോലും അച്ഛനെ ഡയറക്റ്റ് വിളിച്ച് 20,000 രൂപ അന്നത്തെ കാലത്ത് അഡ്വാൻസ് കൊടുത്ത ഒരു സിനിമയുണ്ട്. എന്നിട്ട് അച്ഛൻ എല്ലാം റെഡിയായി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അവർ വിളിച്ച് പറയുന്നത്, ചേട്ടാ എഴുതി വന്നപ്പോൾ റോളില്ലാന്ന്. അതിൻ്റെ വേറൊരു കഥയാണ് കേട്ടോ. അത് കുറച്ചൊരു എന്താ പറയുക, ജാതി വേർതിരിവൊക്കെ ഉണ്ടല്ലോ, അത് വേറൊരു വിഷയമാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കാലത്ത് ആദ്യത്തെ കാലത്ത് ചില സിനിമകളിൽ നിന്ന് മാറ്റുന്നത്, എല്ലാത്തിൽ നിന്നുമല്ല. പിന്നീട് ഈ വിഷയം വന്നപ്പോഴാണ്, ഈ സംഘടനാ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു ആ വിഷയം വന്നപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു ചാൻസ് നോക്കിയിരുന്ന പോലെ അങ്ങ് കംപ്ലീറ്റ്ലി വെട്ടിക്കളഞ്ഞത്. സമൂഹത്തിന്റെ എല്ലാ തട്ടിലും ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, സിനിമയിലും അതുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനല്ലല്ലോ, അത് എന്നെക്കാളും മുൻപേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാമോ? ഏത് തരത്തിലുള്ള, ഏത് സ്വഭാവത്തിലുള്ള സിനിമയിൽ നിന്നാണ് ആ തരത്തിൽ തിലകൻ വെട്ടിമാറ്റപ്പെട്ടതെന്നുള്ളത് എനിക്കൊന്ന് കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, ഇതിലൊന്നും ഉൾപ്പെടാത്തതുമാണ്. അതൊക്കെ അന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അച്ഛൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. തിരുവനന്തപുരത്ത് ഒരു നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അവർ നായന്മാരല്ലാത്തവരെ, അപ്പർ കാസ്റ്റിലുള്ളവരെ മാത്രം അഭിനയിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛന് പല സ്ഥലത്തുനിന്നും ഈ ഒഴിവാക്കൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നത് പറയുമ്പോൾ അച്ഛൻ ജാതിയുടെ, അച്ഛൻ്റെ കോംപ്ലക്സ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് കാര്യമായൊരിത് കിട്ടിയിരുന്നില്ല. പക്ഷേ ജാതി വേർതിരിവ് എല്ലാ ഫീൽഡിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് എന്നുള്ളത്. ജാതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സിനിമയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കലാരൂപം എന്ന് പറയുന്നത് ജാതിയൊന്നും ഇല്ലാത്ത തരത്തിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഏത് കലാരൂപമാണെങ്കിലും അത് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. അവിടെ ജാതിയുടെ പേരിൽ കഴിവുള്ള ഒരാൾ മാറ്റി നിർത്തപ്പെടുന്നു. അച്ഛൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ, വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കത്തില്ല എന്ന്, നായരല്ലാത്തതുകൊണ്ട് മാത്രം. അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി, വിളിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കുമല്ലോ, അപ്പം ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ നിങ്ങൾ എനിക്ക് തരുമല്ലോ, അത് മതി എന്നാണ് അന്ന് പറഞ്ഞ മറുപടി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ തിലകൻ നാടകത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്, നാടകത്തിൽ നിന്ന് തുടങ്ങി സിനിമയിലേക്ക് എത്തുന്നു. നമുക്കറിയാം നാടകത്തിൽ നിലനിൽക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അറിയാം. അവിടെ നിന്ന് സീരിയലിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ, സീരിയൽ വില കുറിച്ച് കാണുകയല്ല ഞാൻ, എങ്കിൽ പോലും അദ്ദേഹത്തിന് സീരിയലിലേക്ക് അഭയം തേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെ ഏത് തരത്തിലാണ് തിലകൻ പൊരുതി നിന്നത്? അച്ഛൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആരുടെ മുൻപിലും അങ്ങനെ എന്താ പറയുക, ഒരു അച്ഛനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നൊരു സ്വഭാവമാണ് അച്ഛൻ്റെ. അപ്പം ഞാനൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുമ്പം അതൊന്നും നീ അങ്ങനെയൊന്നും അല്ല, നമ്മൾ നല്ല ധൈര്യമായിട്ട് നിൽക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പം അമ്മ സംഘടനയിൽ എല്ലാവരും ഒഴിവാക്കിയപ്പോൾ പോലും അതിൻ്റെ നടുക്ക് അത് കഴിഞ്ഞ് വന്ന ഏതോ ഒരു വർക്കിന് ഇവരെല്ലാവരും എതിർത്തിരുന്ന ഒരു സമയത്ത് ഒറ്റയ്ക്ക് അവിടെ പോയി ആ ഷോട്ടിൽ അഭിനയിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ അത് പറ്റില്ല, കാരണം നമ്മളെ എത്രയും പേര് എതിർക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ അഭിനയിക്കും എന്നുള്ള തോന്നൽ വരില്ലേ. അപ്പം ഞാൻ ചോദിക്കും, അച്ഛൻ എങ്ങനെ അങ്ങനെ അഭിനയിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറയും, എന്നെ വിളിച്ച ഡയറക്ടറാണ്, എൻ്റെ ജോലിയാണ് അഭിനയം, ഞാൻ അവിടെ പോയി അഭിനയിച്ചിട്ട് വരുന്നത്, അതിന് ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് അച്ഛൻ്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്. പിന്നെ അച്ഛന് പ്രായമായതിൻ്റെ ആവശ്യകതകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വിലക്കുകൾ വരുന്നതും വളരെയധികം കഷ്ടപ്പാടുകൾ. എൻ്റെ മാരേജിൻ്റെ സമയത്തൊക്കെ അച്ഛന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷം ഈ സീരിയൽ അഭിനയിക്കാനായിട്ട് 1-2 പേര് വിളിച്ച് അവിടെ പോയപ്പോൾ അവിടെ നിന്നും പുറത്താക്കി. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ നാടകത്തിലേക്ക് തിരിയാമെന്നുള്ളൊരു, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാടകമാണ് കേട്ടോ, അതും കൂടി പറയണമല്ലോ, സിനിമയല്ല. അച്ഛന് നാടകത്തിലാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇത് അച്ഛൻ പറയാറുണ്ട്. പക്ഷേ നാടകത്തിൽ അഭിനയിക്കാനുള്ള കാര്യം എളുപ്പമാണ്. പക്ഷേ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അന്ന് അഭിനയിച്ച ആ നാടകം വളരെയധികം സ്റ്റേജുകളിൽ കളിച്ചു. അപ്പോൾ ഓരോ ദിവസവും കളിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആരോഗ്യം എന്താ പറയുക, ഇറ്റ് വാസ് ഗോയിങ് ഡൗൺ. അപ്പം അതാണ് ഒരു കാരണം. ഈ വിലക്കുകളിലൂടെ ഉണ്ടായ മാനസിക പീഡനമല്ല, അത് മാത്രമല്ല, അച്ഛൻ്റെ ആരോഗ്യം താഴ്ചയിലേക്ക് പോയതിൻ്റെ ഒരു കാരണം അതും കൂടിയാണ്. അല്ലെങ്കിൽ ഈ വിലക്കുകളിലൂടെ മാനസികമായും ശാരീരികമായും ഒരുപക്ഷെ അവസാനം ആ തരത്തിൽ തീർത്തും തളർച്ചയുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ എത്താനും ഈ വിലക്ക് കാരണമായല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായ ആ സംഭവങ്ങളെല്ലാം അച്ഛന് അന്ന് നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അമ്മ സംഘടന മാപ്പ് പറയോ? തിലകനെ പുറത്താക്കിയതിനും തിലകനെ വിഷമിപ്പിച്ചതിനും പറയോ? പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ? അറിയില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛനോടുള്ള സ്നേഹത്തിൽ സോണിയ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ വൈകാരികതയെ മനസ്സിലാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള, എനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ള, നേരിട്ട് അറിയില്ലെങ്കിലും ആ ഒരു സംഘടനയിൽ നിന്ന് അങ്ങനെ ഒരു മാപ്പ് തിലകനോട് പറയുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഇല്ല, എനിക്ക് ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പ്രതീക്ഷയൊന്നുമില്ല. കാരണം അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലുള്ളത്. അതും അവർക്ക് തീർപ്പാക്കണമല്ലോ. ഇപ്പോൾ അവർക്ക് പനിയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഇനി ഇത് മാനേജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാതിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ജാതി നായർ ലോബി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് ഇന്നും സിനിമയിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ട്. അത് ഇപ്പോഴും, അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതും ഈ പറഞ്ഞ ജാതി വേർതിരിവും ഈ പറഞ്ഞ പീഡന വിഷയങ്ങളും എന്നും ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ വ്യക്തമായ ആക്റ്റുകൾ ഉണ്ടാക്കണം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് എവിടെയും പറഞ്ഞു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് തുറന്നു പറയാൻ ആളുകൾ തയ്യാറാകാത്തത്? അതും ഇത് തന്നെയാണ്, അവരുടെ തൊഴിൽ നിഷേധം. പിന്നെ പിറ്റേ ദിവസം മുതൽ വീട്ടുകാർ പട്ടിണിയാ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അവർ സംസാരിക്കില്ല. പിന്നെ ഇത് തന്നെ അവർ വളരെ രഹസ്യമൊഴിയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേര് വെളിപ്പെടുത്താത്തത് പോലെ തന്നെ വേട്ടക്കാരുടെ പേര് പോലും ഇതിന് ആക്ഷൻ എടുക്കേണ്ട സർക്കാർ വെളിപ്പെടുത്തുന്നില്ല. ആ റിപ്പോർട്ടിലും വെളിപ്പെടുത്തിയിട്ടില്ല, ആ പേജ് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ആലോചിച്ചൂടെ ആ കാര്യം പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന്? കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആകെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് സോണിയ പറയുന്നതൊക്കെ. കുറേയൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനപ്പുറത്തേക്ക് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലേക്ക് ഒടുവിലേക്ക് അഭിനയിക്കുന്ന അതിലൊക്കെയാണ് നീ മനസ്സിലാക്കുന്നത്. അതിലേക്കൊക്കെ എത്തുമ്പോഴും അവിടെയും പിടിച്ചു നിൽക്കാനാകുന്നുണ്ട്. ആ തരത്തിൽ ആ സെറ്റുകളിലേക്ക് തിരിച്ച് വിലക്ക് നീക്ക് വീണ്ടും തിരികെ എത്തുമ്പോഴും ഈ തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടോ ഈ പറഞ്ഞിട്ടുള്ള പവർ ഗ്രൂപ്പിൽ നിന്നും ആ പവർ ഗ്രൂപ്പിന് താളം പിടിക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ? ഈ ഉസ്താദ് ഹോട്ടലിൻ്റെ വിഷയം എനിക്കറിയില്ല. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അച്ഛനെ വിളിക്കുമ്പോൾ, അതായത് വിലക്കുള്ള സമയത്ത് തന്നെ വിളിക്കുമ്പോൾ രഞ്ജിത്ത് സാർ പറഞ്ഞതാണ് അച്ഛൻ്റെ അടുത്ത്, ഇതേപോലെ എന്നെ ആ റോള് അച്യുതൻ നായർ എന്നാണ് തോന്നുന്നു അച്ഛൻ്റെ അതിലെ ക്യാരക്ടറിൻ്റെ പേര്, ആ റോള് വേറെ ഒരാൾക്ക് കൊടുക്കണം, മറ്റൊരാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ആ റോള് ചെയ്യാൻ വേറൊരാളെ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യൂ, എന്നാൽ ഞാൻ മാറ്റാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അത് ഇല്ല, എന്നാൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ തന്നെ വെച്ച് ചെയ്യും എന്ന് അദ്ദേഹം ആർജവത്തോടെ പറഞ്ഞതുകൊണ്ടാണ് അന്ന് ആ വിലക്കിനിടയിലും അച്ഛൻ ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിച്ചത്. അത് പറഞ്ഞ വ്യക്തിയുടെ പേര് എനിക്കറിയാം, പക്ഷെ അതും ഇതേപോലെ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിക്കാത്തതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. അതായത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ പേര് തുറന്നു പറയണമെന്നോ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് വാഴ്ത്തിപ്പാടുന്നതെന്നും ഉയർത്തി മുന്നോട്ട് വെക്കുന്നതും കാര്യം അപ്പോൾ തുറന്നു പറയണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കൽ പോലും? പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകണം, നിയമ വഴികളിൽ ഞാൻ അതിനായിട്ട് ഇറങ്ങണം. ഇപ്പം എനിക്കൊരു ജോലിയുണ്ട്, അതും എനിക്ക് നോക്കണമല്ലോ. അതുകൊണ്ട് തൽക്കാലം എൻ്റെ അച്ഛന് നേരിട്ട വിഷമങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാൻ പറ്റും. ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. ഇപ്പോൾ ഉള്ള വിഷയങ്ങളാണല്ലോ അതിൽ കൂടുതലുള്ളത്. പിന്നെ അതിൽ അച്ഛൻ്റെ പേര് പറയാതെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടൻ സംഘടനയും സീരിയലിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛനെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇനി മറ്റാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ റീസെൻ്റ്ലി വേറെ ആർക്കെങ്കിലും അതുപോലെ ഒരു അനുഭവം വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് പെട്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് അത് അച്ഛനെയാണ്, എനിക്ക് ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു വന്നൊരു വ്യക്തി ആയതുകൊണ്ട്. സോണിയ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് പേരുകൾ സോണിയ പറയുന്നില്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ പേരുകളൊക്കെയും തുറന്നു പറയപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നിപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാറിന് വാഴ്ത്തുന്ന പലരുടെയും പൊയ്മുഖങ്ങൾ തകർന്നു വീഴുമല്ലേ? ആ പൊയ്മുഖങ്ങളൊക്കെ ഓൾറെഡി തകർന്നില്ലേ? ഇനി ഞാനായിട്ട് എന്ത് പ്രത്യേകിച്ച് പറയണോ? ആ റിപ്പോർട്ടിൽ പച്ചയായിട്ട് നമുക്ക് വായിക്കാം. അപ്പുറത്തേക്കല്ല, ഇപ്പോഴും അനുമാനങ്ങൾ മാത്രമാണല്ലോ നമുക്ക് മുന്നോട്ട് വെക്കാൻ. അനുമാനങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ജസ്റ്റിസ് അല്ലേ എഴുതിയിരിക്കുന്ന ആ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ അവർ തെളിവില്ലാത്ത കാര്യങ്ങൾ എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ ആളുകളുടെ പേരുകളോ വ്യക്തികളുടെ പേരുകളോ അങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഉള്ള ഭാഗമൊക്കെ ഒഴിവാക്കി ആ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അവിടെ എവിടെയും നമുക്ക് ആ പേരുകളെ അനുമാനിക്കുകയല്ലാതെ ആ പേര് ഇന്നയാളാണെന്ന് കരുതാനൊന്നും ഇല്ല റിപ്പോർട്ടിൽ. ഈ പേജുകൾ ഒഴിവാക്കി വെച്ചതിൻ്റെ ലോജിക്ക് എന്താണ്? അങ്ങനെ ഒഴിവാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അത്. അതിൽ ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ്, ആർക്കാണ് അത് വെളിപ്പെടുത്താതിരിക്കാനുള്ള അജണ്ട എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റിന് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം, ഹൈക്കോടതിക്ക് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം. കേസെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു കോൺക്ലേവ് നടത്തി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് നടത്തി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല പോട്ടെ എന്ന് പറഞ്ഞ് വിടാവുന്ന ഒരു വിഷയമല്ല ഇത്. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഇനി ഇങ്ങനൊരു ഇതുണ്ടാവാത്ത രീതിയിലൊരു നിയമം പാസ്സാക്കി ഇതിൽ പെട്ട ആൾക്കാർ, അതായത് പോക്സോ കേസ് ഉൾപ്പെടെ ചെയ്ത വ്യക്തികൾ
ഈ വിഗ്രഹങ്ങളായിട്ട് വാഴുന്ന അതെല്ലാം ഉടച്ച് ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ എടുക്കേണ്ട തീരുമാനം. അല്ലാതെ കോൺക്ലേവ് നടത്തി പോട്ടെ അങ്ങനെ അതല്ല വേണ്ടത്.